നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഓർഡേർഡ് പെയർ. എന്താണ് ഓർഡേർഡ് പെയറിൻ്റെ മീനിങ്? പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നമ്പേഴ്സ്. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 നമ്പേഴ്സ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതാറില്ലേ, ഓരോ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്. ഉദാഹരണത്തിന് 1,2, 2,3 എന്നൊക്കെ എഴുതാറുണ്ടല്ലോ. അതൊക്കെ ഓർഡേർഡ് പെയറിന് എക്സാമ്പിളുകളാണ്. ശരിയല്ലേ? 1, 2, 2, 1, 1, 7 എക്സെട്ര അതൊക്കെ എന്താണ് ഓർഡേർഡ് പെയറിന് എക്സാമ്പിളാണ്. ഇവിടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. 1, 2 എന്ന് പറഞ്ഞാലും 2, 1 എന്ന് പറഞ്ഞാലും രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മളത് ഗ്രാഫ് ഷീറ്റിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. 1,2 ഇവിടെയാണെന്നുണ്ടെങ്കിൽ 1,2 ഇവിടെയാണെന്നുണ്ടെങ്കിൽ 2,1 ഇവിടെ ആയിരിക്കും. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 നമ്പർ, അതാണ് ഓർഡേർഡ് പെയർ. ഓർഡേർഡ് പെയർ എന്ന് കേൾക്കുമ്പോൾ കോർഡിനേറ്റ്സിൻ്റെ കാര്യം ഓർമ്മ വന്നാൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് നമുക്ക് പഠിക്കാം. റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. ഇഫ് x, y ഈസ് ഈക്വൽ ടു a, b, 2 ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വളരെ സിമ്പിളാണ്. 2 ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റിൻ്റെ എലമെൻറ്റ് പരസ്പരം ഈക്വൽ ആയിരിക്കണം ആൻഡ് സെക്കൻഡ് എലമെൻറ്റും ഈക്വൽ ആയിരിക്കണം. അതായത് x ഈക്വൽ ടു a ആയിരിക്കണം. ഫസ്റ്റ് നമ്പർ ഈക്വൽ ആൻഡ് സെക്കൻഡ് നമ്പർ y ഈക്വൽ ടു b. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ബൈ ഹാർട്ടാക്കി വെക്കാം. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെയർ ഓഫ് നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിൻറ്റ്.